നിങ്ങൾക്ക് ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം വേണമെങ്കിൽ, മനസ്സിൽ ശാന്തത വേണമെങ്കിൽ, ആരും നിങ്ങളുടെ സമയം മോഷ്ടിക്കാത്ത വിധം ശക്തനാകണമെങ്കിൽ, ഈ സത്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഴ്ത്തിപ്പതിപ്പിക്കുക. വെറുതെ നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതിയെന്ന് കരുതിയാൽ പോരാ. ഇന്നത്തെ കാലത്ത് മുന്നേറാനും സമാധാനത്തോടെ ഇരിക്കാനും ആത്മവിശ്വാസത്തോടെ നിൽക്കാനും സാധിക്കുന്നത് വികാരത്തോടൊപ്പം വിവേകവുമുള്ള മനുഷ്യർക്ക് മാത്രമാണ്. കാരണം ഒരു കഠിനമായ സത്യമുണ്ട്: ഈ ലോകം പലപ്പോഴും നന്മയെ പൊട്ടത്തരമായിട്ടാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരോടും എപ്പോഴും ഉവ്വ് എന്ന് പറയുന്നവരല്ലേ അവസാനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്? എല്ലാവർക്കും സമയം കൊടുക്കുന്നവരല്ലേ സ്വന്തം സമയം നഷ്ടപ്പെടുത്തുന്നത്? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ലേ സ്വയം അസന്തുഷ്ടരായി മാറുന്നത്? എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നവരാണ് രാത്രികളിൽ തലയിണ ചുരത്തി എനിക്കെന്താ പറ്റുന്നേ എന്ന് സ്വയം ചോദിക്കുന്നത്. എന്നാൽ മറ്റൊരു തരം മനുഷ്യരുണ്ട്. അവർ അധികം തിരക്ക് കൂട്ടാറില്ല. പക്ഷേ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അവർ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നടക്കില്ല. പക്ഷേ ശരിക്കും പ്രധാനപ്പെട്ടവർ അവരുടെ കൂടെ നിൽക്കും. അവർ എല്ലാ വാക്കിനും മറുപടി നൽകില്ല. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ അർത്ഥമുണ്ടാകും. കാരണം അവരുടെ കയ്യിൽ വെറും വികാരങ്ങൾ മാത്രമല്ല, അവർക്ക് അതിരുകളും ആത്മാഭിമാനവും സ്വന്തം വിലയും അറിയാം. ഇന്നത്തെ ഈ വീഡിയോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ പ്രഭാഷണത്തിൽ നിന്നോ എടുത്തതല്ല. ഇത് സമയം പാഴാക്കി, വിശ്വാസം നഷ്ടപ്പെടുത്തി പിന്നീട് എഴുന്നേറ്റ് നിന്ന മനുഷ്യരുടെ അനുഭവങ്ങളാണ്. ഈ ലോകം ഹൃദയം കൊണ്ടല്ല തലച്ചോർ കൊണ്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയവരുടെ കഥയാണിത്. എല്ലാവർക്കും എല്ലാം നൽകുന്നതല്ല വലിപ്പം, സ്വയം സംരക്ഷിക്കാൻ അറിയുന്നതാണ് ശക്തി എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 9 ജീവിത സത്യങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളെ സ്വാർത്ഥനാക്കില്ല, മറിച്ച് ആരും നിങ്ങളെ എളുപ്പത്തിൽ മുതലെടുക്കാനോ സമയം കളയാനോ വില കുറയ്ക്കാനോ സാധിക്കാത്ത വിധം നിങ്ങളെ മാറ്റും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്കായി ജീവിക്കണമെങ്കിൽ, മാനസികമായി ശക്തരാകണമെങ്കിൽ, ശബ്ദമില്ലാതെ നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം സമാധാനം യാദൃച്ഛികമായി കിട്ടുന്നതല്ല, അത് ബുദ്ധിയുള്ള മനസ്സിൻ്റെ തീരുമാനമാണ്. ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. അരുൺ വളരെ നല്ല മനുഷ്യനായിരുന്നു. എത്ര നല്ലവനെന്നാൽ ആളുകൾ അവനെ നല്ലവനെന്നല്ല പൊട്ടനെന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓഫീസിൽ അവൻ എല്ലാവരുടെയും അധിക ജോലി ചെയ്തു കൊടുക്കും. പ്രൊമോഷൻ വരുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും പേരിലാകും. വീട്ടിൽ എല്ലാവരെയും സഹായിക്കും. പക്ഷേ അവനു വേണ്ടി ആരും ഉണ്ടാകില്ല. സുഹൃത്തുക്കൾ പറയും, നീ വളരെ ഇമോഷണലാണ്. കുടുംബക്കാർ പറയും, നീ എല്ലാം മനസ്സിലേക്കെടുക്കുന്നു. ഓരോ രാത്രിയിലും അരുൺ സ്വയം ചോദിക്കുമായിരുന്നു, എൻ്റെ തെറ്റ് എവിടെയാണ്? അരുണിൻ്റെ ഏറ്റവും വലിയ തെറ്റ് താൻ നല്ലവനായാൽ എല്ലാം ശരിയാകുമെന്ന് അവൻ വിശ്വസിച്ചതായിരുന്നു. കൂടുതൽ കൊടുത്താൽ തിരിച്ചും കിട്ടുമെന്ന് അവൻ കരുതി. മിണ്ടാതിരുന്നാൽ ബന്ധങ്ങൾ നിലനിൽക്കുമെന്ന് വിചാരിച്ചു. സഹിച്ചാൽ സാഹചര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആളുകൾ അവൻ്റെ നന്മയെ ദൗർബല്യമായി കണ്ടു. അവൻ്റെ വില കുറഞ്ഞു. കാരണം ചോദിക്കാതെ എല്ലാം നൽകുന്നവരുടെ അടുത്ത് നിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒരു ദിവസം മാറ്റം സംഭവിച്ചു. ഒരു മോട്ടിവേഷണൽ സ്പീക്കറും വന്നില്ല. വലിയ പുസ്തകവുമില്ല. ഒരു ലളിതമായ വാചകം അവനെ ഉലച്ചു: നീ നിനക്ക് എത്രമാത്രം വില നൽകുന്നുവോ അത്രമാത്രം വിലയെ ലോകവും നിനക്ക് നൽകൂ. അന്നാണ് അരുൺ ആദ്യമായി മനസ്സിലാക്കിയത്, പ്രശ്നം അവൻ്റെ വികാരങ്ങളല്ല, മറിച്ച് ചിന്തിക്കാതെയെല്ലാം വിട്ടുകൊടുക്കുന്ന അവൻ്റെ സ്വഭാവമാണെന്ന്. അന്നവൻ കരച്ചിൽ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. എല്ലാത്തിനും മറുപടി നൽകേണ്ടില്ലെന്നും, എല്ലാ ഉപകാരങ്ങളും മറക്കുന്നത് ബുദ്ധിയല്ലെന്നും, മനസ്സിലുള്ളതെല്ലാം എല്ലാവരോടും പറയുന്നത് വിഡ്ഢിത്തമാണെന്നും അവൻ പഠിച്ചു. ഇവിടെയാണ് വിവേകമുള്ള ശക്തനായ മനുഷ്യൻ്റെ യാത്ര തുടങ്ങുന്നത്. വിവേകമെന്നാൽ കള്ളം പറയലല്ല, ആരെയും ഉപദ്രവിക്കലല്ല, മറിച്ച് സ്വയം വിഡ്ഢിയാകാതിരിക്കാനുള്ള കഴിവാണ്. കാരണം സത്യം എന്താണെന്നാൽ ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നടക്കുന്നത്. ഇത് എത്ര വേഗം ഒരാൾ മനസ്സിലാക്കുന്നുവോ അത്ര വേഗം അവൻ ജീവിതത്തിൽ വിജയിക്കും. നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. ആരാണ് കൂടുതൽ സമാധാനത്തോടെ കാണപ്പെടുന്നത്? എല്ലാ കാര്യത്തിനും വിഷമിക്കുന്നവരോ അതോ സ്വന്തം സമയം സംരക്ഷിക്കാൻ അറിയുന്നവരോ? ആരുടെ വാക്കുകൾക്കാണ് വില? എല്ലാം സമ്മതിക്കുന്നവർക്കോ അതോ
വേണ്ടത് എന്താണെന്ന് വ്യക്തമായി പറയുന്നവർക്കോ? ആരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടുന്നവരോ, അതോ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരോ? വിവേകമുള്ള മനുഷ്യൻ ആദ്യം മനസ്സിലാക്കുന്നത് അവൻ്റെ സമയവും ഊർജവുമാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ്. അവൻ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിരിക്കില്ല. എല്ലാ കോളും ഉടനെ എടുക്കില്ല. എല്ലാ മെസ്സേജിനും നീണ്ട മറുപടി അയക്കില്ല. കാരണം അവനറിയാം, എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാക്കില്ല എന്ന്. ഒരു ഉദാഹരണം പറയാം. രവിയും രാജുവും ഒരേ ഓഫീസിൽ. രവി എല്ലാവരുടെയും ജോലി ചെയ്തു കൊടുക്കും. ബോസ് പറഞ്ഞാൽ അധിക സമയം, സഹപ്രവർത്തകർ ചോദിച്ചാൽ സഹായം. രവിയുടെ ദിവസം ഓഫീസിൽ തുടങ്ങി ഓഫീസിൽ തന്നെ അവസാനിക്കും. മറുവശത്ത് രാജു, അവൻ തൻ്റെ ജോലി കൃത്യമായി ചെയ്യും. പക്ഷേ ആവശ്യമില്ലാതെ അധ്വാനിക്കില്ല. വെറുതെ കാണിക്കാൻ വേണ്ടി പണിയെടുക്കില്ല. പ്രമോഷൻ്റെ സമയം വന്നപ്പോൾ അത് ആർക്ക് കിട്ടി? രാജുവിന്. രവി ചിന്തിച്ചു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും. ഇതാണ് വികാരം കൊണ്ട് ജീവിക്കുന്നവരും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയുള്ള മനുഷ്യൻ അധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല, പക്ഷേ വിഡ്ഢിയായി പ്രവർത്തിക്കില്ല. എപ്പോൾ ഉവ്വ് എന്ന് പറയണം, എപ്പോൾ ഇല്ല എന്ന് പറയണം, എപ്പോൾ മൗനം പാലിക്കണം എന്ന് അവനറിയാം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അവൻ നടക്കില്ല. കാരണം സ്വയം സന്തോഷമായിരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റാരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കൈപ്പേറിയ സത്യം മനസ്സിലാക്കൂ. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യനെ ഈ ലോകം നിയന്ത്രിക്കാൻ തുടങ്ങും. എല്ലാ കാര്യത്തിനും നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഉടനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിലാണ്. വിവേകമുള്ള മനുഷ്യൻ എടുത്തു ചാടി പ്രതികരിക്കില്ല. അവൻ മറുപടി നൽകും, പക്ഷേ അവൻ്റെ സമയത്ത്. അവൻ്റെ മുഖത്തെപ്പോഴും അവൻ്റെ അവസ്ഥ എഴുതി വച്ചിരിക്കില്ല. അവൻ എല്ലാവരോടും എല്ലാം പറയില്ല. കാരണം ദൗർബല്യം കാണിക്കുന്നതും ബുദ്ധിപൂർവം മൗനം പാലിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റൊരു സത്യകഥ. അനിൽ എന്ന വ്യക്തിയെ എല്ലാവരും ദുർബലനായി കണ്ടിരുന്നു. കാരണം അവൻ തർക്കിക്കാറില്ല, അധികവും മിണ്ടാതിരിക്കും. ഇവനൊന്നും അറിയില്ല എന്ന് ആളുകൾ കരുതി. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം സ്വന്തം കാലിൽ നിന്നത് ആ അനിലാണ്. കാരണം അവൻ മിണ്ടാതിരുന്ന് എല്ലാം കാണുകയായിരുന്നു. എല്ലാം മനസ്സിലാക്കി ശരിയായ സമയത്തിനായി കാത്തിരുന്നു. ഇതാണ് യഥാർത്ഥ വിവേകം. ബഹളം വയ്ക്കുന്നതല്ല, ശരിയായ സമയം നോക്കുന്നതാണ് പ്രധാനം. എല്ലാ കാര്യത്തിനും മറുപടി പറയുന്നതും ബുദ്ധിയല്ല, എല്ലാം സഹിക്കുന്നതും ബുദ്ധിയല്ല. ഇതിനിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുകയാണ് വേണ്ടത്. ആരാണ് തന്നേതെന്നും ആരാണ് ലാഭത്തിനു വേണ്ടി നിൽക്കുന്നതെന്നും ആരാണ് അവസരം നോക്കി നിറം മാറുന്നതെന്നും അവൻ തിരിച്ചറിയുന്നു. ഏറ്റവും പ്രധാനമായി അവൻ സ്വയം തന്നോട് കള്ളം പറയില്ല. ചില ആളുകൾ ഒരിക്കലും മാറില്ലെന്നും, ചില ബന്ധങ്ങൾ പാഠം പഠിപ്പിക്കാൻ വന്നതാണെന്നും, ചില വേദനകൾ തന്നെ തളർത്താനല്ല ശക്തനാക്കാനാണ് വന്നതെന്നും അവൻ അംഗീകരിക്കും. ഈ തിരിച്ചറിവാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം നിസ്സാരമായി കാണുന്നത് നിർത്തുക. വിവേകമുള്ള മനുഷ്യൻ സ്വന്തം വില സ്വയം തീരുമാനിക്കുന്നു. ലോകം അതനുസരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും മാറ്റിമറിക്കും. വികാരജീവിയായ മനുഷ്യനിൽ നിന്ന് ബുദ്ധിയുള്ള ശക്തനായ മനുഷ്യനിലേക്കുള്ള മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ മറ്റുള്ളവരെ തരം താഴ്ത്താനോ അവരെ തോൽപ്പിക്കാനോ ഉള്ളതല്ല. മറിച്ച് ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും അർഹതയില്ലാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകാതിരിക്കാനും വേണ്ടിയാണ്. ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു സത്യമുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. എല്ലാം സ്വന്തം അനുഭവം കൊണ്ട് പഠിക്കാൻ നിന്നാൽ അതിന് ഒരു ആയുസ് തികയില്ല. ജീവിതം വളരെ ചെറുതാണ്. ഓരോ തവണയും ചതിക്കപ്പെട്ട ശേഷം പാഠം പഠിക്കുന്നതിനേക്കാൾ ബുദ്ധി ചാണക്യനെ പോലെയുള്ള മഹത്തുക്കൾ പകർന്നു തന്ന ഈ അറിവുകൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതാണ്. ഈ അറിവ് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ. ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഓർക്കുക, ശരിയായ ആളുകളെ തിരിച്ചറിയുന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. 3-ാമത്തെ സത്യം: എല്ലാവർക്കും ലഭ്യമാകരുത് വൈകാരികമായി. എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള മനുഷ്യനെ ആരും കാര്യമായി എടുക്കില്ല.
എല്ലാവരുടെയും പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നത് നന്മയല്ല, അത് സ്വന്തം ജീവിതത്തോടുള്ള ക്രൂരതയാണ്. വിവേകമുള്ള മനുഷ്യൻ എല്ലാവർക്കും മുന്നിൽ മനസ്സ് തുറക്കില്ല. പ്രത്യേകമുള്ളവർക്ക് മാത്രമേ അവൻ സ്ഥാനം നൽകൂ. അവൻ്റെ സമയവും വികാരങ്ങളും എല്ലാവർക്കുമായി തുറന്നതല്ല. അവൾ നോക്കും, മുന്നിലുള്ളയാൾ തന്നെ ബഹുമാനിക്കുന്നുണ്ടോ, തൻ്റെ അതിരുകൾ പാലിക്കുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അവൻ അകലം പാലിക്കും. അതിൽ കുറ്റബോധം തോന്നില്ല. കാരണം നിങ്ങളെ കുറ്റബോധത്തിൽ നിർത്തുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. 4-ാമത്തെ സത്യം: വേദനയെ പ്രദർശന വസ്തുവാക്കരുത്. വിവേകമുള്ള മനുഷ്യൻ തൻ്റെ വേദനയെ ഒരു പ്രദർശന വസ്തുവാക്കില്ല. അവൻ എല്ലായിടത്തും തൻ്റെ സങ്കടങ്ങൾ പറയില്ല. കാരണം എല്ലാവരും നിങ്ങളുടെ കണ്ണീർ മനസ്സിലാക്കാനല്ല വരുന്നത്. ചിലർ അതിനെ ആയുധമാക്കും. അവനെ താങ്ങാൻ കഴിയുന്നവരോട് മാത്രമേ അവൻ ദൗർബല്യം പറയൂ. ബാക്കിയുള്ളവർക്ക് മുന്നിൽ അവൻ ശാന്തനും ശക്തനുമായിരിക്കും. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയെന്ന് കരുതുക. മുമ്പ് നിങ്ങൾ കരയുമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു. അവർ എന്നെ എവിടെയാണ് വേദനിപ്പിച്ചത് എന്ന് ചിന്തിച്ച് അടുത്ത തവണ ആ പഴുത് നിങ്ങൾ അടച്ചു കളയുന്നു. ഇതാണ് ബുദ്ധി. ശത്രുക്കളെക്കാൾ സ്വന്തം പേടിയെയാണ് അവൻ തിരിച്ചറിയുന്നത്. ഏത് കാര്യമാണ് തന്നെ തളർത്തുന്നത് എന്ന് മനസ്സിലാക്കി അവൻ അതിൽ മാറ്റം വരുത്തുന്നു. 5-ാമത്തെ സത്യം: ബഹുമാനം ഉണ്ടാക്കിയെടുക്കുക. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല, ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് അവനറിയാം. നിങ്ങളുടെ അസാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് അവൻ എല്ലായിടത്തും സ്വയം തെളിയിക്കാൻ പോകില്ല. എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. എല്ലാ ഗ്രൂപ്പുകളിലും അംഗമാകാൻ അവൻ ആഗ്രഹിക്കില്ല. നിങ്ങൾക്ക് വിലയുള്ള ഇടത്ത് ആളുകൾ നിങ്ങളെ വിളിക്കുമെന്നും വിലയില്ലാത്ത ഇടത്ത് കടിച്ചു തൂങ്ങുന്നത് സ്വന്തം അപമാനമാണെന്നും അവനറിയാം. 6-ാമത്തെ സത്യം: എല്ലാ ചീട്ടുകളും ഒരുമിച്ച് അറക്കരുത്. വിവേകമുള്ള മനുഷ്യൻ ഒരിക്കലും തൻ്റെ എല്ലാ ചീട്ടുകളും ഒന്നിച്ചറക്കില്ല. അവൻ്റെ അടുത്ത നീക്കം എപ്പോഴും രഹസ്യമായിരിക്കും. ഇവൻ ഒന്നും അറിയില്ല, ഇവനെല്ലാം സഹിക്കുകയാണ് എന്ന് ആളുകൾ കരുതും. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി. ആളുകൾ നിങ്ങളെ കുറച്ച് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ ഞെട്ടിക്കാൻ കഴിയുക. അവൻ തൻ്റെ പ്ലാനുകൾ എല്ലാവരോടും പറയില്ല. കാരണം ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സ്നേഹമുള്ളവരല്ല, അഭിനന്ദിക്കുന്നവരെല്ലാം നന്മ അവരുമല്ല. 7-ാമത്തെ സത്യം: സാമ്പത്തിക സ്വാശ്രയത്വം. വിവേകമുള്ള മനുഷ്യൻ പണത്തെ അവഗണിക്കില്ല. സ്നേഹം പ്രധാനമാണ്, ബന്ധങ്ങൾ പ്രധാനമാണ്, പക്ഷേ സ്വാശ്രയത്വം അതിലേറെ പ്രധാനമാണ്. ചെറുതാണെങ്കിലും അവന് സ്വന്തമായി ഒരു വരുമാനമുണ്ടാകും. സാമ്പത്തികമായി താഴെ നിൽക്കുന്ന മനുഷ്യൻ്റെ ശബ്ദവും താഴ്ത്തപ്പെടുമെന്ന് അവൻ കണ്ടിട്ടുണ്ട്. അവൻ തൻ്റെ ശരീരഭാഷയിലും ശ്രദ്ധിക്കും. എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം. വേഗത്തിൽ സംസാരിച്ച് അവൻ പരഭ്രമം കാണിക്കില്ല. അവൻ കണ്ണുകളിൽ നോക്കി സംസാരിക്കും. കാരണം ലോകം ആദ്യം നിങ്ങളെ കാണുന്നു, പിന്നീടാണ് കേൾക്കുന്നത്. അവൻ്റെ ആത്മവിശ്വാസം ബഹളം വയ്ക്കുന്നതല്ല, മറിച്ച് അനുഭവപ്പെടുന്നത്. 8-ാമത്തെ സത്യം: ബന്ധങ്ങളിൽ സ്വയം നഷ്ടപ്പെടുത്തരുത്. ബന്ധങ്ങളിൽ അവൻ മകനാണെങ്കിൽ സ്വയം ഇല്ലാതാക്കില്ല. ഭർത്താവാണെങ്കിൽ സ്വയം മാഞ്ഞു പോകില്ല. പിതാവാണെങ്കിൽ സ്വന്തം ജീവിതം നിർത്തിവെക്കില്ല. അവൻ സ്നേഹിക്കും, പക്ഷേ അത് സ്വന്തം വില കളഞ്ഞുകൊണ്ടാവില്ല. നിങ്ങളെ ചെറുതായി കാണിക്കുന്ന ബന്ധമല്ല, അതൊരു ജയിലാണ്. വിവേകമുള്ള മനുഷ്യൻ ജയിലിൽ കഴിയാൻ ആഗ്രഹിക്കില്ല. 9-ാമത്തെ സത്യം: ഉള്ളിലും ശക്തനായിരിക്കുക. വിവേകമുള്ള മനുഷ്യൻ പുറമേ മാത്രമല്ല, ഉള്ളിലും ശക്തനാണ്. അവൻ സ്വയം സംസാരിക്കാൻ ശീലിക്കുന്നു. മനസ്സിൻ്റെ ശബ്ദത്തെ അവൻ കേൾക്കുന്നു. പേടിയെ തിരിച്ചറിയുന്നു. തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കുന്നു. കാരണം എല്ലാ തവണയും സ്വയം ശരിയാണെന്ന് തെളിയിക്കേണ്ടതില്ല. സ്വയം മെച്ചപ്പെടുത്തിയാണ് വേണ്ടതെന്ന് അവനറിയാം. അതുകൊണ്ട് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ അവൻ മടിക്കില്ല. എന്നാൽ മുന്നിലുള്ളയാൾ സ്ഥിരമായി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ തർക്കിക്കില്ല, അകലം പാലിക്കും. നാടകങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, വ്യക്തത മാത്രം.